നമസ്കാരം, പ്രവാസിയിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു 15 ദിവസമായി സ്വന്തം പെറ്റുമ്മയെ കാണാതെ ഇന്ത്യൻ എംബസിയിലടക്കം പരാതിയുമായി ഓടിയിറങ്ങിയ ഒരു മകന്റെ വാർത്തയൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടൊരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിയായ ഹസീന നാടണഞ്ഞിരിക്കുന്നു. അപ്പൊ മുംബൈ വിമാനത്താവളത്തിലെത്തിയ ഹസീനയും മകൻ മുഹമ്മദ് റിഷാദ് തന്നെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പൊ കുവൈറ്റിൽ ഹൗസ് മെയ്ഡ് ജോലി, അതായത് ഹൗസ് മെയ്ഡ് വിസയിൽ ജോലിയിൽ പ്രവേശിച്ചപ്പോഴാണ് ഈ ഉമ്മയെ 15 ദിവസമായി യാതൊരു വിവരമില്ലെന്ന് കാട്ടി മകൻ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകിയത്. അപ്പോ പക്ഷേ എംബസി കാര്യമായി ഇടപെടൽ നടത്തിയിരുന്നില്ല. പിന്നെ കുവൈറ്റിലെ മനുഷ്യാവകാശ പ്രവർത്തകരായ അൻഷാദിന്റെയും സുധീഷയുടെയും ഇടപെടല്, അതുകൊണ്ടാണ് ഈ ഉമ്മയെ കണ്ടെത്താൻ സാധിച്ചത്. അവരുടെ ഇടപെടൽ വളരെ ഫലം കണ്ടു. അപ്പോൾ കുവൈറ്റിലെ പോലീസ് ഓഫീസറായ അറബിയുടെ വീട്ടിലായിരുന്നു 1.5 വർഷമായിട്ട് ഈ ഹസീന എന്ന് പറയുന്ന വ്യക്തി ജോലി ചെയ്തിരുന്നത്. ഈ കുട്ടിയെ നോക്കുന്നതിനിടയിൽ യാതൊരു കാരണവുമില്ലാതെ അറബി ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. അപ്പോൾ ഈ മൊബൈൽ ഫോൺ, ഈ മർദ്ദിക്കുന്നത് പോരാഞ്ഞിട്ട് മൊബൈൽ ഫോൺ തല്ലി തകർത്തു, തന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടിൽ കയറ്റി അയക്കണമെന്ന് അറബിയോട് ഈ ഉമ്മ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ വളരെ ക്രൂരമായിട്ട് ആ വ്യക്തി ഉപദ്രവിച്ചു എന്നാണ് ഇവർ വെളിപ്പെടുത്തുന്നത്. പിന്നെ കുറ്റവാളികളെ പോലെ 15 ദിവസത്തോളം ഒരു മുറിയിലിട്ടു, കൃത്യമായ ഭക്ഷണം നൽകിയില്ല, വസ്ത്രം പോലും മാറാനില്ലാതെ മുറിയിൽ കഴിഞ്ഞ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അത്രയും ഭയാനകമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ ഉമ്മ നടത്തിയിരിക്കുന്നത്. മകന്റെ ആവശ്യത്തെ തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പോലീസുമായി ബന്ധപ്പെട്ടു. അങ്ങനെയാണ് തന്നെ ജയിലിലേക്ക്, സാഫിർ ജയിലിലേക്ക് മാറ്റിയത് എന്നാണ് ഇവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഈ മുംബൈയിലേക്ക് ടിക്കറ്റ് നൽകി പിന്നെ ഇങ്ങോട്ട് അയച്ചു. അപ്പൊ എന്നാലും നാടടഞ്ഞ ആശ്വാസത്തിലാണ്. ഈ ഫോൺ ഇല്ലാതെ വന്നതോടെ മറ്റൊരാളുടെ മൊബൈൽ വാങ്ങി ബന്ധുക്കളെ വിവരം അറിയിക്കുന്ന സാഹചര്യം. അപ്പോൾ ദുബായിൽ നിന്നും മകൻ തന്നെ മുംബൈ വിമാനത്താവളത്തിൽ തേടിയെത്തിയപ്പോ എന്തായാലും മകനെ കണ്ട സന്തോഷത്തിൽ അല്ലെങ്കിൽ നാടറിഞ്ഞ അത്രയും വലിയൊരു ക്രൂരത, ഭയാനകമായ നിമിഷങ്ങൾ നമുക്കറിയാം. നമ്മള് ഗത്താമ പോലുള്ള സിനിമകളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അത് എത്രമാത്രം ഭയാനകമാണ്. അതായത് ഇവിടെ വീടുകളിൽ മലയാളികൾ പലരും, എല്ലാവരും എന്നല്ല, പക്ഷെ പലരും നേരിടുന്ന ഒരു ചില പ്രശ്നങ്ങൾ, അവര് ഉപദ്രവം, അവര് ക്രൂരമായി പെരുമാറുക, അങ്ങനത്തെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ഇല്ലാന്ന് പറയരുത്, ഉണ്ട്. അപ്പോ ചിലര് പറയും അത് അറബികൾ അങ്ങനെയല്ല, ചിലര് വന്ന് പറയാറുണ്ട്, കമന്റിലൊക്കെ പറയാറുണ്ട് അറബികൾ അങ്ങനെയല്ല, അങ്ങനെ ദുഷ്ടന്മാരൊന്നുമല്ല, ക്രൂരന്മാരൊന്നുമല്ല. എല്ലാരും അല്ല പറയുന്നത്, അങ്ങനെ ഉള്ളവരും ഉണ്ട് എന്നാണ് ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നാടടഞ്ഞ സന്തോഷത്തിലാണ് ആ ഉമ്മ ആയിരിക്കുന്നത്. മകൻ ഈ ഒരു ഉമ്മയെ കണ്ടെത്തി അല്ലെങ്കിൽ ഉമ്മ വരുന്നു എന്ന് അറിഞ്ഞിട്ട് ആ യൂണിഫോം മാറാതെയാണ് മകൻ ഈ അമ്മയ്ക്ക് അരികിലേക്ക് എത്തിയത്. അപ്പൊ മകനെ കണ്ടപാടെ തന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കാരണം അവരുടെ വേദനകൾ അത്രത്തോളം, അതായത് ആ മകനെ ഒരു നിമിഷം കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ തന്നെ അവരുടെ വേദനകളൊക്കെ മാറി. കാരണം ആ അറബിയുടെ വീട്ടിൽ തന്നെ പല ക്രൂര പീഡനങ്ങൾ അവർ ഏറ്റുവാങ്ങി. മുഖമൊക്കെ അറബി തല്ലിച്ചതച്ചു. അപ്പോൾ ഈ വേദനകളൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു നിമിഷം മകൻ ഓടിയെത്തി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചപ്പോഴേക്കും ആ വേദനകളൊക്കെ മാറി എന്നാണ് ഹസീന പറയുന്നത്. പിന്നീട് ഈ രണ്ടുപേരും കൂടെ നിലമ്പൂരിലുള്ള വീട്ടിലേക്ക് എത്തി. അപ്പൊ ഇനി ആ അറബി നാട്ടിലേക്ക് ഇല്ല എന്നാണ് ഹസീന പറയുന്നത്. കൂടാതെ 1 മാസത്തെ ശമ്പളവും ഹസീനയ്ക്ക് ലഭിച്ചിരുന്നില്ല. അപ്പൊ ഒരു കാരണമില്ലാതെയാണ് ഈ അറബി പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഈ മുഖമൊക്കെ തല്ലിച്ചതച്ചിരുന്നത്. പക്ഷെ ഇപ്പോ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നത് മറ്റു പലതുമാണ്. അതായത് അറബി നാട്ടില് തന്നെ വ്യഭിചാരത്തിന് അറസ്റ്റിലാക്കി എന്ന് വരെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം വേദനകളുണ്ട്. ആ അറബിയിൽ നിന്ന് ജീവൻ തലനാട്ടിലേക്ക് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയിട്ട് പോലും ആ അമ്മയെ തകർക്കുന്നത് താൻ വ്യഭിചാരിയാണ്, അല്ലെങ്കിൽ താൻ വ്യഭിചാരത്തിന് അറസ്റ്റിലായി എന്ന തരത്തില് നാട്ടില് പലരും പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ പക്ഷെ തനിക്ക് എങ്കിൽ പോലും തന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമെന്നൊക്കെയാണ് അവർ പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ സുരക്ഷിതമായ ജോലി നൽകാമെന്ന് പറഞ്ഞ് ഗൾഫ് രാജ്യത്ത് എത്തിച്ച ഏജന്റും ആപത്ത് വന്നപ്പോൾ സഹായിച്ചില്ലെന്ന് ഹസീന പറയുന്നുണ്ട്. അപ്പോ ഇതുപോലെ നിരവധി വീട്ടമ്മമാരെ ഏജന്റുമാർ പറഞ്ഞു പറ്റിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ചതിയിൽ അകപ്പെടുന്നുണ്ട്, ഏജന്റുമാരുടെ ചതി. അതായത് ഇവിടുന്ന് ഒരാള് പ്രവാസിയാകുന്നത് ശരിക്കും ഒരു മറ്റൊരു നാട്ടിൽ പോയി ഒരുപാട് പണം സമ്പാദിക്കണം, ജീവിതം ഒന്ന് കരപിടിപ്പിക്കണം. പലരും താഴെ തട്ടിലുള്ളവരാണ് പലരും ഈ മറുനാട്ടിലേക്ക് പോയിട്ട് ജീവിതം ഒന്ന് ഒരു കര എത്തിക്കാൻ വേണ്ടി പോകുന്നത്, കഷ്ടപ്പെടുക. അതിന് ഈ അങ്ങോട്ട് പോകാനത് എളുപ്പമുള്ള കാര്യമില്ല. എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് അവിടേക്ക് എത്തുക, അല്ലെങ്കിൽ വിസ സംഘടിപ്പിക്കാനും അല്ലെങ്കിൽ പൈസ, അത് എല്ലാം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവര് ആ ഒരു വിദേശത്തേക്ക് പോകാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു വഴി കണ്ടെത്തുന്നത്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ
പലരെയും കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളായിരിക്കും. അപ്പോൾ പലരും ചതിക്കപ്പെടുന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. വിസ തട്ടിപ്പായാലും ജോലി വാഗ്ദാനം ചെയ്തിട്ടുള്ള തട്ടിപ്പുകളായാലും അത് ഇപ്പോഴും നിലവിൽ സമാനമായിട്ടുണ്ട്. അതിന്റെ എത്രയോ ഇരകൾ നമുക്ക് ചുറ്റും താമസിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു അനുഭവം അത് ഒരു അവസാനം നമ്മൾ അവബോധമായി നല്ല ബോധത്തോടെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മള് ചതിയിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ തന്നെ സൂക്ഷിക്കുക. അല്ലാതെ വേറെ വഴിയില്ല. കാരണം അവര് നമുക്ക് ചുറ്റും കഴുകും കണ്ണുകളുമായി കൊടുക്കാനും ചതിയിൽ അകപ്പെടുത്താനും ചുറ്റും ഇപ്പോഴും ആൾക്കാരുണ്ട്. അപ്പോ ഈ സ്ത്രീകളെയൊക്കെ കുവൈറ്റിൽ എത്തിച്ച് വീട്ടുജോലിക്ക് വിൽപ്പന നടത്തുന്ന സംഘത്തെ പറ്റിയൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കർശന നിയന്ത്രണമായിരുന്നു കുവൈറ്റ് സർക്കാർ പ്രവാസികൾക്കായിട്ട് ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷെ ഇത്തരത്തിൽ മലയാളികളെ നിരവധി ഏജന്റുമാർ വ്യാജ വിസ നൽകിയും പണം തട്ടി മലയാളികളെ കബളിപ്പിക്കുന്നുണ്ട്. ഈ ബന്ധുക്കൾ ഏജന്റുകളുമായി ബന്ധപ്പെട്ട് വിവരം അന്വേഷിക്കുമ്പോൾ അവരുടെ മോശമായ ഭാഷയിലൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. കൂടാതെ സാധാരണക്കാരായ വീട്ടമ്മമാരെ ഭീഷണിപ്പെടുത്തും. ഇത്തരം തട്ടിപ്പുകാരെ ഇന്ത്യൻ എംബസി കണ്ടെത്തണമെന്നൊക്കെയാണ് ആവശ്യമുയരുന്നത്. ഈ ഹസീനയുടെ കാര്യത്തില് വിവരങ്ങൾ അന്വേഷിച്ച് ബന്ധുക്കളെ ധരിപ്പിക്കുന്നതിന് പകരം ഈ വിവരങ്ങളൊക്കെ മറച്ചു വെക്കുകയാണ് ഏജന്റ് ചെയ്തത്. അപ്പോൾ ഏജന്റിനും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകൾക്കും അയാള് നിന്നു കൊടുക്കുകയാണ്. കാരണം പല ജോലികളും പറയുന്നതായിരിക്കില്ല അവർ ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് കിട്ടുന്നത്. ഈ അറബികളുടെ വീട്ടില് അവരെ വീട്ടുജോലിക്ക് വേണ്ടിയിട്ട് അടിമകളാക്കി വിൽക്കുക, അത്തരത്തിൽ പല കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. ഈ ഉമ്മയെ കാണാതായപ്പോൾ തന്നെ മകന്റെ പരാതി ഇങ്ങനെയായിരുന്നു. തന്റെ മാതാവ് ഹസീന 1.5 വർഷമായി കുവൈറ്റിൽ ഒരു അറബിയുടെ വീട്ടിലാണ് ജോലി ചെയ്തിരുന്നത്. ഏപ്രിൽ 21 വൈകിട്ട് മുതൽ എന്റെ ഉമ്മയെ പറ്റി യാതൊരു വിവരവും ലഭിക്കുന്നില്ല. 21 വൈകിട്ട് 7 മണിയോടെയാണ് ഓൺലൈനിൽ വാട്സാപ്പിൽ അവസാനമായി കണ്ടത്. പിന്നീട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. സ്പോൺസറുമായി ബന്ധപ്പെട്ടപ്പോൾ അവിശ്വസനീയമായ വിവരങ്ങളാണ് നൽകുന്നത്. മാതാവിനെ പോലീസിന് കൈമാറിയതായി ഒരു തവണ പറഞ്ഞു. പിന്നീട് ഹസീനെ ഖത്തർ വിമാനത്താവളത്തിലേക്ക് അയച്ചു. പിന്നെ മെയ് 1 ഇന്ത്യയിൽ എത്തുമെന്ന് പറയുന്നു. അതിനുശേഷം സ്പോൺസറുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ജോലിക്കാൻ നിന്ന് വീട്ടിലെ ഹൗസ് ഡ്രൈവർ പറയുന്നത് ഉമ്മയെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ്. ഇപ്പോൾ മകൻ കുവൈറ്റിലുള്ളവർ മുഖേന തന്നെ സ്പോൺസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. അവർ നടത്തിയ കൃത്യമായ അന്വേഷണത്തിലൊന്നും കൃത്യമായി ഈ സ്പോൺസർ മറുപടിയൊന്നും നൽകിയില്ല. ഇവരെ ജോലിയിൽ പ്രവേശിപ്പിച്ച ഏജന്റ് അബ്ദുൽ ഖാദർ ആയിരുന്നു. ഇയാളും ഹസീനയുടെ മകന്റെ ചോദ്യത്തിനോ സംഘടനയുടെ പ്രവർത്തകർക്കോ കൃത്യമായ മറുപടിയൊന്നും നൽകിയില്ല. 1 മാസം മുൻപ് ഹസീന നാട്ടിൽ പോയതായും ഇപ്പോൾ തങ്ങൾക്ക് വിവരങ്ങളൊന്നും അറിയില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പോലീസ് നമുക്കറിയാം ഇത്തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ആ മകന് അവര് മറുപടി നൽകിയിരുന്നത്. അപ്പോൾ യാതൊരു തരത്തിലുള്ള കൃത്യമായ വിവരങ്ങളോ അല്ലെങ്കിൽ ഒരു ഏജന്റ് മുഖേന അവര് അവിടേക്ക് വരുന്നു. അപ്പോൾ കൃത്യമായ ആ ഏജന്റ് പോലും ഒരു മറുപടിയില്ല. ഇതിനിടയിലാണ് ആ മകൻ അന്വേഷണം നടത്തുമ്പോൾ അവിടുത്തെ കാർ ഡ്രൈവർ തന്നെ പറയാണ് ഉമ്മേനെ ഇത്തരത്തിൽ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഉമ്മയെ കണ്ടെത്തി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ എംബസിയിൽ അടക്കം പരാതിയുമായിട്ട് പോകുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത. കുറെ ദിവസത്തെ നരക യാതനകൾക്ക് ശേഷമായിരുന്നാലും അതെ തിരിച്ച് നാടണയുക, അല്ലെങ്കിൽ ഒരു ഇത്രയും വലിയ പോലീസിന് കൈമാറുന്നു, അങ്ങനത്തെ ഒരുപാട് ഇനി കിട്ടുമോ അല്ലെങ്കിൽ തിരിച്ച് കണ്ടെത്തുമോ എന്ന ആശങ്കകൾക്കൊടുവില് ജീവന് വരെ അപായം സംഭവിച്ചു എന്നൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നാലും ഹൃദയം നുറുങ്ങുന്ന വാക്കുകളൊക്കെയാണ് ആ ഉമ്മ പങ്കുവച്ചത്. ശരീരത്തേറ്റ വേദനകളെക്കാളും നാട്ടിലെത്തിയപ്പോൾ നാട്ടുകാരുടെ പഴികളും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ജീവനോടുകൂടി തന്നെ തന്റെ മക്കളെ കാണാനായതിന്റെ സന്തോഷത്തിലാണ് ആ ഉമ്മ ഉള്ളത്. തീർച്ചയായിട്ടും ആ ഉമ്മ അവിടെ എത്തിയത് അറിഞ്ഞ് നമുക്കും സന്തോഷമാണ്. കാരണം ഒത്തിരി വേദന ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ആ ഉമ്മയെ തേടി 15ഓളം ദിവസം ആ ഉമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ മകൻ ഓടി അലയുന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഏറെ സങ്കടകരമായിരുന്നു. അതിനേക്കാളേറെ ഇപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ആ മകന്റെ അരികിൽ തന്നെ ആ അമ്മ തിരിച്ചു വന്നിരിക്കുന്നു ജീവനോടുകൂടി. പിന്നെ ഈ നാട്ടുകാരും ചുറ്റുമുള്ളതെന്നും പറയുന്നത് വലിയ കാര്യത്തിൽ എടുക്കേണ്ടതില്ല. കാരണം നമ്മൾ എന്ത് നേരിട്ടു എന്ന് നമുക്കേ അറിയാവൂ. അപ്പൊ എല്ലാവരും അത് ബോധിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതൊന്നും ഇഗ്നോർ ചെയ്ത് പോവാ. എന്തായാലും ജീവിതം തിരിച്ചു കിട്ടിയിരിക്കണം. 2ാം ജന്മം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പൊ ആ ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകാം. മറ്റുള്ളവരെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നും കേൾക്കാതെ മുന്നോട്ട് പോകാൻ മാക്സിമം ശ്രമിക്കുക.